രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല സർക്കിൾ ഇറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 2024 ഇറക്കിയതാ. എല്ലാ കോഴ്സിന്റെയും വിദ്യാർത്ഥികളും ആ കോളേജിലെ അധ്യാപകരും ബയോമെട്രിക് അറ്റൻഡൻസ് രേഖപ്പെടുത്തണമെന്ന്. ഇതിനെയാണ് ഇവർ അട്ടിമറിക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കർണാടകയിൽ നേഴ്സിംഗ് പഠിക്കാൻ പാടില്ലാത്ത സ്ഥാപനങ്ങളിലെ മറ്റൊരു എപ്പിസോഡ്. നൈറ്റിംഗേൽ കോളേജ് ഓഫ് നഴ്സിംഗ് ബാംഗ്ലൂരാണ്. കണ്ടന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനും അവിടുത്തെ ഒരു പ്രിൻസിപ്പാളും തമ്മിൽ സംസാരിച്ച ഒരു ഓഡിയോ സംഭാഷണം കേട്ടോ. പ്രിൻസിപ്പൾ ഓഫ് നൈറ്റിംഗേൽ കോളേജ് ഓഫ് നഴ്സിംഗ്. സാർ, ഒരു അഡ്മിഷന്റെ കാര്യത്തിനായിരുന്നേ. പോസ്റ്റ് ബേസി 2 വർഷം കോഴ്സില്ലേ? നമ്മളിപ്പോ ചെയ്യുന്നത് നമുക്ക് റെഗുലർ കോഴ്സ് ആണല്ലോ. അപ്പൊ പിള്ളേർക്ക് വേണ്ടി നമ്മൾ അവരെവിടെയും വർക്ക് ചെയ്യുന്ന അവർക്ക് എക്സാമിന്റെ ടൈമിന് മാത്രം ചെയ്യണം. അതറിയായിരിക്കുമല്ലോ, അവർ പറഞ്ഞതായിരിക്കും. അതാ ഞാൻ ചോദിച്ചത്. എക്സാമിന്റെ ടൈമിൽ മാത്രം വന്നാൽ മതി. അതെ അതെ. ഇതാണ് വ്യാജ നേഴ്സിംഗ് പഠനം. ഞാൻ പറയുന്നത് എന്നെ ശ്രമിക്കുന്നവര് വ്യക്തമായിട്ട് കേൾക്കണം. ഇത് മുഴുവനും കണ്ടിട്ട് തെറി പറഞ്ഞു തുടങ്ങാൻ കുഴപ്പമില്ല. ഞാൻ പറയുന്ന വാക്കുകൾ പോസ്റ്റ് ബേസിക് BSc നേഴ്സിംഗ്, MSc നേഴ്സിംഗ്, വ്യാജ നേഴ്സിംഗ് പഠനം. ഈ നേഴ്സിംഗ് പഠനം കോളേജിന്റെ അഫിലിയേഷൻ വരെ പോകും. അല്ലാതെ അവിടുത്തെ മറ്റുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്.